നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്ത് അറിയരുത് എന്നാണ് കരുതുന്നത്? ഓക്കെ, അവരുടെ മനസ്സിൽ, അതായത് നിങ്ങൾ ഒരിക്കലും അറിയാനേ പാടില്ല എന്ന രീതിയിൽ, ഓക്കെ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് നോക്കാം. അതിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് തന്നെ ആവാം, ഇല്ല എന്നല്ല, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, ഓക്കെ. പക്ഷെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്നവരാഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് സീക്രട്ട് എന്ന് തന്നെ പറയാം. സീക്രട്ട് എന്നല്ല, അവരെ മനസ്സിൽ എന്തെങ്കിലും ലൈക്ക് ഇല്ല, ഒരിക്കലും അവരറിയരുത് എന്ന് പറയില്ലേ, അതൊരു വേദനിപ്പിക്കുന്ന സീക്രട്ട് ആവണം എന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നത്. ലെറ്റ്സ് സീ. അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം. Ten of Wands, okay, Nine of Swords and Two of Pentacles, Knight of Swords, Seven of Pentacles. അതൊക്കെ കാർഡ്സ് ഓരോന്നിനെയും ഞാനൊന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. ടെൻ ഓഫ് വോൺസ് എന്തിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്, എന്ത് കാര്യമാണ്? ടെൻ ഓഫ് വോൺസ്, അഗൈൻ നൈൻ ഓഫ് വോൺസ്, ഓക്കെ, നൈൻ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. Okay, nice. Eight of Pentacles, Seven of Pentacles, Eight of Pentacles. Okay, Emperor. Okay, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി മറക്കുന്ന, നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശരി, അവരുടെ മനസ്സിൽ ശരിക്കും ആ കാര്യത്തിനെ കുറിച്ച് വല്ലാത്തൊരു ഭാരമുണ്ട്. ഓക്കെ 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 വല്ലാത്തൊരു ഭാരം തന്നെ അവരതിനെക്കുറിച്ച് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്ട്രെസ് എന്ന് പറയുന്നില്ല, ഓക്കെ, ഭാരം തന്നെയാണ്. ആ ഭാരം ശരിക്കും അവർക്ക് താങ്ങാൻ പറ്റാതെ ആവുന്നുണ്ട്. ഓക്കെ, ടെൻ ഓഫ് പെന്റക്കിൾസ്, ടെൻ ഓഫ് വോൺസ് ആണ് ഇവിടെ. ടെൻ ഓഫ് വോൺസ് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യില്ലേ, ആ രീതിക്ക്. ഓക്കെ, സോ വല്ലാത്തൊരു ഭാരമായിട്ട് മാറുന്നുണ്ട് ആ കാര്യം എന്താണോ അവർ ഹൈഡ് ചെയ്യുന്നത് അത്. ആൻഡ് അവർ വല്ലാതെ ഡിഫെൻസീവ് ആവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർക്ക് ഭാരമാവുന്നുണ്ട്, എന്നാലും അതിനെ താഴെ ഇടണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, 10 കഴിഞ്ഞിട്ട് നമുക്ക് 9 വന്നു, സോ കുറവാണ് വരുന്നത്. സോ എവിടെയോ അവർ ആ ഭാരം താഴെ ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എങ്ങനെയാണ് പറയുക അതെന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു സെക്കൻഡ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിൽ മനസ്സ് തുറക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവർ അവനവനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു മെയിൻ പേടി. ഓക്കെ, കാരണം ഞാൻ ഇത്രയും കാലം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം, നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇതെല്ലാം നഷ്ടപ്പെടുമോ എന്നെവിടെ ഒരു പേടി. ഓക്കെ, ഞാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയെടുത്തതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതായിരിക്കാം, ഒരു മുഖം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവാം, ഞാൻ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവാം, ആ ഇമേജ് ചിലപ്പോൾ അത് തകരുമോ എന്നുള്ളതായിരിക്കാം. ഓക്കെ, അങ്ങനെ പലതരത്തിലും അവർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയാലോ, ഞാൻ ഇത്രയും കാലം ചെയ്തൊക്കെ വേസ്റ്റ് ആയാലോ എന്ന രീതിക്കൊരു ചിന്ത. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ആ ഭാരം മേലെ നടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് താഴെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ബൗണ്ടറി വെച്ച് അവർ എപ്പോഴും അവനവനെ പ്രൊട്ടക്ട് ചെയ്തിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വലി അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യം ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്നും ആഗ്രഹിക്കുന്നത്. എവിടെയോ അവരുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം മുന്നോട്ട്. ഇതിവിടെ 9 ഓഫ് സോർഡ്സ് ഉണ്ട്. അഗൈൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രി മുഴുവൻ
ചിന്തിച്ച് ഉറക്കൂല്ല. ബിക്കോസ് അവർക്ക് തോന്നുന്നത് മേ ബി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങൾ അവരോട് ദേഷ്യം ചിലപ്പോൾ മേ ബി അവർ ചെയ്ത എന്തെങ്കിലും കാര്യമായിരിക്കാം. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ പിണങ്ങും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം അത്. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ മനസ്സിൽ അടക്കി വെക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് പേടി നിങ്ങളെ നഷ്ടപ്പെടുമോയെന്ന്. ഓക്കെ, നിങ്ങൾ അവരോട് പിണങ്ങുമോ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ തന്നെ, ഞാൻ പറഞ്ഞു ഇമേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, അവരെക്കുറിച്ചുള്ള ഇമേജ് കളഞ്ഞു പോവോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്ത് കരുതും. ആൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളതിനെ വല്ലാതെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളൊരു പിണക്കം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന തരത്തിൽ ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു വരും. ഓക്കെ, കാരണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു പേടിയുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, ഈ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവരുടെ ഉള്ളിൽ 9 വന്നിട്ടുണ്ട് ഇവിടെ. സോ എവിടെയോ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസം പുറത്ത് വരും. ഓക്കെ, അവരുടെ മനസ്സിലുള്ള എല്ലാം പുറത്ത് വരും. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ പറയാം, അവർക്ക് താങ്ങാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരതിനെ ഇങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം അവർ മറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഇതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. അതായത് 2 പേരെ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ജഗ്ലിങ് 2 പേരെ എന്ന് പറയുന്നില്ല, 2 വ്യക്തികളെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വേറെ പേഴ്സൺ ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ടാവാം. തേർഡ് പാർട്ടി അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, കുറച്ച് പേർക്ക് വേറെ ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, കുറച്ച് പേർക്ക് ഫാമിലി ആവാം, എന്തുമാവാം. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും ഇവിടെ സിറ്റുവേഷൻ. സോ 2 സിറ്റുവേഷൻ അവർ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യം ചിലപ്പോൾ കുറച്ച് പേർക്ക് മറക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നിങ്ങളെ അറിയിക്കാതെ അവർ എല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാണ്. ഓക്കെ, മേ ബി ആ തേർഡ് പേഴ്സണിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ 2നെയും തമ്മിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആവാം. ഓക്കെ, 2ഉം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ആവാം. അതിപ്പോൾ വേറെ വ്യക്തി തന്നെ ആവണമെന്നില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, ജോലി, കരിയർ, ഫ്രണ്ട്സ്, കാര്യങ്ങൾ എന്തുമാവാം. ഓക്കെ, അല്ലെങ്കിൽ അവരെ ഫാമിലി ലൈഫ്, ഫൈനാൻസിൻ്റെ എല്ലാം. ഓക്കെ, എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള അവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, വല്ലാതെ ശരിക്കും ബാലൻസ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, മേ ബി അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ കുറിച്ചുള്ള ഇമേജ് പോകും. ഇപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യമാണെന്ന് വിചാരിക്കും. ഓക്കെ, ഫൈനാൻഷ്യലി അവർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് കരുതും. ഓക്കെ, മേ ബി നിങ്ങളുടെ അവരോടുള്ള റെസ്പെക്റ്റ് പോകും ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരെ ഒരു അങ്ങനെയൊക്കെയുള്ള ചില പേടികൾ ഉണ്ടാവാം ചിലപ്പോൾ. ഓക്കെ, അല്ലാതെ ഇനി വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓക്കെ, ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങളത് എങ്ങനെ എടുക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തിനങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടും ഒരു പേടിയുണ്ട് അവർക്ക്. ഓക്കെ, കുറച്ച് പേർക്ക് അതാണ് മേ ബി. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും പുറമേ ഒന്നും കാണിക്കാതെ, അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്ന ഈ കൺഫ്യൂഷൻ, ഈ ഒരു കാര്യങ്ങളൊന്നും കാണിക്കാതെ അവർ നിങ്ങളുടെ അടുത്ത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മനസ്സിലുള്ള എന്താണെന്ന് തുറന്ന് പറയുന്നുമില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ചില സമയത്ത് അവർക്ക് തോന്നാറുണ്ട്, ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് തോന്നും, യെസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം തീർന്നില്ലേ, ഈ ഒരു ഭാരം ഇനി ഞാൻ ഏറ്റി നടക്കണ്ടല്ലോ. ഓക്കെ, അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നല്ലോ എന്നവർക്ക് തോന്നും. പക്ഷേ അപ്പോഴേക്കും അവർ ഇവിടെ എംപറർ എനർജി വന്നിരുന്നു. ഓക്കെ, എംപറർ എനർജി എന്ന് പറയുമ്പോൾ ഇതവരെ എന്താ പറയുക, ഈഗോ ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് ഈഗോ, അല്ലെങ്കിൽ കുറച്ച് പേര് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ താണുപോരുത്, തോറ്റുപോരുത്, അല്ലെങ്കിൽ നിങ്ങളവരെ തെറ്റായിട്ട് കരുതരുത്, നിങ്ങളവരെ ആ ഒരു ലെവലിൽ തന്നെ കാണണം എന്നുള്ള ചിന്ത, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ പറയരുത് എന്ന രീതിക്ക് അവർ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, അവനവനെ കൺട്രോൾ ചെയ്ത് വെക്കും. ഓക്കെ, പറയാൻ എന്തെങ്കിലും മനസ്സ് തുറക്കണം എന്ന് ആലോചിച്ചാലും പക്ഷെ അവർ ഇമോഷൻസും ഉണ്ട് ഇവിടെ. ഓക്കെ, അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. സോ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. പക്ഷെ ഇതെല്ലാം മനസ്സിലടക്കി വെക്കുകയാണ്. ഓക്കെ, അഗെയിൻ ആൻഡ് അഗെയിൻ അവർ മേ ബി ഈ സ്നേഹമായിരിക്കാൻ ചിലപ്പോൾ തുറന്ന് പറയാൻ മടിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ ചില കാര്യങ്ങൾ ഓക്കെ അവർ നിങ്ങളുടെ അടുത്ത് മറിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും ആയിരിക്കാം. ഇവിടെ പക്ഷെ അവരുടെ സ്നേഹം, ഓക്കെ, അവരുടെ ഫീലിങ്സ്, അത് നിങ്ങളോട് അവർ തുറന്ന് പറയുന്നില്ല. ആൻഡ് ആക്ച്വലി ആ ഫീലിങ്സ് തുറന്ന് പറയാതിരിക്കുന്നതും ഞാൻ പറഞ്ഞു ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ഓക്കെ, അതും അവർക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ അവർ മനസ്സിനെ അടക്കി വെക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇത്രയും സ്ട്രെസ്സും ടെൻഷനും അടിക്കുന്നത്. ഓക്കെ, ആ തെറ്റുകളെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് ആഗ്രഹിക്കുക. പക്ഷെ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ ഒരിക്കലും അറിയരുത്,
ബിക്കോസ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും. ഓക്കെ, ആ ഒരു പേടി അവരുള്ളിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവരത് മറയ്ക്കുന്നത്. ആൻഡ് ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് 8 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിനെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ ബന്ധത്തിനെ. ഓക്കെ, അവരിതിൽ എഫേർട്ട് ഇടണം എന്ന ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷേ അവരതിനെ പതുക്കെ മെല്ലെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷേ ഈഗോ കൊണ്ടും അല്ലെങ്കിൽ അവർ എല്ലാം പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്ത് വെക്കുകയും കൂടി ചെയ്യുകയാണ്. ഓക്കെ, എന്ത് കാര്യമാണ്? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒറക്കിൾ ഇതിൽ നിന്ന് എടുക്കാം. അവർ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ബിക്കോസ് നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത് വളരെ ക്ലിയർ ആണ് ഇവിടെ. പറയാത്ത കാര്യങ്ങൾ അവർക്ക് ഭാരമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സിലൂടെ എടുത്ത് നോക്കാം, ഇവിടെ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് അവർ മറക്കുന്നത് നിങ്ങളോട് നിങ്ങൾ അറിയരുത് എന്നാഗ്രഹം. എക്സോഷൻ, ഓ മൈ ഗോഡ്, 10 ഓഫ് വൺസിൻ്റെ സെയിം കാർഡ്. ഇതാണ് 10 ഓഫ് വൺസ്. നമ്മളൊരു ഭാരം താങ്ങി നടന്ന് ഡ്രെയിനായി, നമ്മൾ ടയേർഡായി, അത്രയും നമ്മുടെ ഭാരം താങ്ങി മതിയായി എന്ന് പറയില്ലേ, എക്സോഷൻ, അത്രയും ടയേർഡ്, ഡ്രെയിൻഡ് എന്ന രീതിക്കാണ് അതേ കാർഡാണ് വന്നത്. അവർ ഒരുപാട് ടയേർഡാണ്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മേ ബി അവരുടെ ലൈഫിൽ കാര്യങ്ങൾ, സിറ്റുവേഷൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് തളർന്നു എന്ന രീതിക്കും ആവാം. ഓക്കെ, കുറേ പേർക്ക് അതും ആവാം. ഓക്കെ, അതുമൊക്കെ നിങ്ങളുടെ അടുത്ത് മറക്കുന്നുണ്ട്, നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിഡ്രോൺ. ഓക്കെ, ആൻഡ് ഫാമിലി. ഓക്കെ, കുറച്ച് പേര് തിങ്കിങ്. ഓക്കെ, confessions and distance. One more thing, resistance. Okay. നിങ്ങളെ കാണുന്നത് ആക്ച്വലി ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലാണ് കാണുന്നത്. അതിപ്പോൾ ലേഡീസ് മാത്രം ആവണമെന്നില്ല. ഓക്കെ, ജെൻസ് ആയാലും ശരി. ഓക്കെ, അതായത് നിങ്ങളെ അവർ ആ ഒരു മാസ്കുലൈൻ എനർജി അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി അതിലാണ് അവർ കാണുന്നത് എന്നാണ്. അതായത് നിങ്ങളെ ഒരു നമ്മൾ പറയില്ലേ മാരേജിനെ പറ്റിയ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ലൈക്ക് ഒരു പ്രോപ്പർ നമ്മളൊരു പാർട്ട്ണർ എന്ന രീതിക്കൊക്കെ അവർ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ വിഡ്രോൺ കാണുന്നുണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്. കുറച്ച് ഐ ഇന്നലെയും നമുക്ക് സിമിലർ വന്നു. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, അകന്ന് നിൽക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവർ ഞാൻ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് ആണ്. എനിക്ക് 9 ഓഫ് സോർഡ്സിനായിരുന്നു, ഒരു വല്ലാതെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും ശരി, അവരുടെ ലൈഫിനെ കുറിച്ചായാലും ശരി, അവരുടെ മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്. പക്ഷെ അതൊക്കെ അവർ നിങ്ങളെ അറിയിക്കുന്നില്ല, നിങ്ങൾ ഒരിക്കലും അറിയരുത് എന്നവർ ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ എന്നെപ്പറ്റി ആലോചിക്കുന്ന പോലുമില്ല, എന്നെപ്പറ്റി ഓർക്കുന്ന പോലുമില്ല എന്നൊക്കെ. പക്ഷെ അവർ ഒരുപാട് മിസ്സിങ് യു, ക്രേവിങ്, ഡിസയറിങ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കാത്ത നേരമില്ല. ഓക്കെ, സോ അങ്ങനെ ആ ക്രേവിങ് ആണ് എനിക്ക് കാണുന്നത്. സോ അവർക്ക് അത്രയും നിങ്ങളെ വേണം എന്നുള്ളതുണ്ട്, പക്ഷെ അതൊന്നും തുറന്ന് നിങ്ങളോട് അറിയിക്കുന്നില്ല. ഓക്കെ, എല്ലാം അവർ മനസ്സിൽ വെക്കുകയാണ്. നിങ്ങൾ അറിയരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും എന്നല്ല, പക്ഷെ അവർക്ക് അവരുടെ മനസ്സിനെ തന്നെ ചിലപ്പോൾ പ്രൊട്ടക്ഷനുമായിരിക്കാം. ഓക്കെ, അവർ അവനവനെ പ്രൊട്ടക്ട് ചെയ്യായിരിക്കാം. ചിലപ്പോൾ നിങ്ങളവരെ വേദനിപ്പിച്ചാലോ, അങ്ങനെയൊരു കാര്യമുണ്ട് അല്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അകലേണ്ടി വന്നാൽ അതും ഒരു വേദനയാണ്. സോ അതും അവർക്കൊരു പേടിയുണ്ടാവും. സോ അങ്ങനെ പല ചിന്തകൾ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. എനിവേ, ഇവിടെ ഫാമിലി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ഫാമിലി ഉണ്ടാവാം, ചിലപ്പോൾ അതായിരിക്കാം അവരുടെ കൺസേൺ. ആൻഡ് ഇവിടെ കൺഫെഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർ തുറന്ന് പറയും ഇതൊക്കെ. ഞാൻ പറഞ്ഞു, അവർക്ക് ഈ ഭാരം താങ്ങാൻ പറ്റാതെ ആവും ഒരു ദിവസം. ഓക്കെ, എല്ലാം തുറന്ന് പറയും ഒരു ദിവസം, തീർച്ചയായിട്ടും. ഓക്കെ, അത് വരും. അൺവീലിംഗ്, കമ്മിങ് ക്ലീൻ മെസ്സേജസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തുറന്ന് പറയും എല്ലാം. കാരണം അവർ ഇത് ചിന്തിച്ചു കൂട്ടിയിട്ടും അവരുടെ ഉള്ളിൽ ആ സ്നേഹം നിങ്ങളോട് പറയണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഈവൻ ടെൻഷൻസ് ആയാലും ശരി, അവർക്ക് എന്തെങ്കിലും വേറെ ടെൻഷൻ ഉണ്ട്, വേറെ എന്തെങ്കിലും ഭാരങ്ങൾ അവർ താങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളോട് ഒരു നല്ല രീതിക്ക് പെരുമാറാൻ പറ്റാത്തത് എന്നൊക്കെ ഉണ്ടെങ്കിലും ശരി, അതൊക്കെ അവർ തുറന്ന് നിങ്ങളോട് പറയും. ഓക്കെ, ആൻഡ് ഇവിടെ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. സീക്രട്ട് അഡ്മയറർ, സപ്രസിങ് ടിമിഡ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവർ തുറന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജി, എംപററായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർ കാണിക്കുന്ന മുഴുവൻ ഈഗോ ആയിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവരുടെ മനസ്സ് തുറക്കാതെ അവർ എല്ലാം അടക്കി വെച്ചിരിക്കുന്നു.
ഓക്കെ. ഇപ്പം വളരെ സ്ട്രിക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ കാണിക്കുന്നു. പക്ഷേ അവരുള്ളിൻ്റെ ഉള്ളിൽ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിങ്ങളോടുള്ള സ്നേഹം, യെസ്, ആൻഡ് അവർ ലൈഫിനെ ജഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഭാരങ്ങൾ, ഓക്കെ, അത് താങ്ങാൻ പറ്റാതെ എല്ലാം അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊന്നും അവർ പക്ഷേ നിങ്ങളെ അറിയിക്കുന്നില്ല, നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. പക്ഷേ അവർ പറയും, ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊന്നും എല്ലാ കാലത്തും ഇങ്ങനെ ഒരുപോലെ ഇരിക്കില്ല, സമയം മാറി വരും. ഓക്കെ. അവർക്ക് താങ്ങാൻ പറ്റാതെയാവും. അപ്പോൾ അവർ തുറന്നു പറയും. എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയും. ഓക്കെ. അവർക്ക് എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും. അല്ല, നിങ്ങളോടുള്ള സ്നേഹം അതും അവർ പറയും. ഓക്കെ. കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതിനൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ലാസ്റ്റ് പോയിന്റ് ഞാൻ എന്നും റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ചേസ് ചെയ്യാൻ പോവാതിരിക്കാം. നിങ്ങൾ ചോദിച്ചു പിന്നാലെ പോണ്ട. ഓക്കെ. അവർ വരട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.